ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നും ഹോസ്പിറ്റലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പപ്പാക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, പപ്പാക്ക് കുഴപ്പമൊന്നുമില്ലാതെ പെട്ടെന്നെല്ലാം സുഖമാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ രാവിലെ വന്നിട്ട് നൈറ്റിൽ അങ്ങോട്ട് തന്നെ വീട്ടിൽ പോകലാട്ടോ. കാരണം ഹസ്ബൻഡിന് ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇക്ക ഇവിടെ ഉണ്ട്. നൈറ്റിൽ ഞങ്ങൾ ഒരു 10:30 ആകുമ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വന്നാരെ ഇക്കും ഭയങ്കര ടയേർഡായി, ഗ്ലൂക്കോസ് എനിക്കും കയറ്റണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട് ആള്. അപ്പോൾ എന്തായാലും ഹസും ഞാനും പപ്പിയാണ് ഇപ്പോൾ ഉള്ളത്. ഉമ്മ പുറത്തോട്ട് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ തന്നെ പപ്പക്ക് കഞ്ഞി കൊണ്ടുവരുമ്പോൾ ഒരു 8-ന് പണി കിട്ടിയിട്ടോ. അവിടെ ചെക്കിങ് ഉണ്ടായിരുന്നു, അതിൽ ഞാൻ പെട്ടു. കാരണം എൻ്റെ അടുത്ത് എല്ലാ രേഖകളും ഉണ്ട്, എന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ ചെക്കന്മാർ പാവം പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പപ്പനെ കാണാൻ വേണ്ടിയിട്ട് കഞ്ഞി കൊണ്ട് പോവുകയാണ്. രാവിലെ തന്നെ പോലീസിൻ്റെ ദിക്കാട്ടമുണ്ട്. പോലീസ് എവിടെ പോയാലും എന്നെ നിർത്തും. അരീക്കോട് ഞങ്ങളവിടെയുള്ള പോലീസ് തന്നെയാണ്. അപ്പോൾ ബുക്കും പേപ്പറൊക്കെ ചോദിച്ചൊക്കെ കാണിച്ചു കൊടുത്തു, ലൈസൻസ് ചോദിച്ചു, അതും കാണിച്ചു കൊടുത്തു. അപ്പോൾ പോകാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കുറച്ച് മുന്നിൽ നിന്ന് ഞാനൊരു ഇത് ചെയ്യുകയാണ്. കാരണം ഞാൻ 2 ദിവസത്തെ വീഡിയോസ് ആയിട്ടായിരുന്നു. ഞാനിപ്പോൾ രാവിലെ കഞ്ഞി കൊണ്ട് പപ്പൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ. രാത്രി ഹസൂന് ഇന്ന് എക്സാം ഉള്ളതുകൊണ്ട് ഞാൻ വേഗം പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റിലൊരു 10 മണിക്ക് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനും. ഇപ്പോൾ രാവിലെ ഞാൻ പപ്പാക്ക് കഞ്ഞി കൊണ്ട് പോവാണ്. ഉമ്മാക്ക് നിർബന്ധം ഇവിടുന്ന് കഞ്ഞി കൊണ്ട് പോയാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മിപ്പൊക്കെ വരും കേട്ടോ, വെള്ളേരത്തെ. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ, ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വിശേഷം പറയാം കേട്ടോ. ഓരോ റൂമ് കൊണ്ടുവന്ന് എടുക്കല. എക്സ്റേ എടുക്കണതോ? എന്ത് എക്സ്റേ എടുക്കുക? എടുക്കുന്നതുകൊണ്ട് എന്നെ പുറത്താക്കി തട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഹാളിൽ ഇരിക്കുകയാണ്. അപ്പോൾ പപ്പൻ്റെ എക്സ്റേ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഉള്ളിലൊക്കെ പോയി. അപ്പോൾ ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളരിത്തെ ഉപ്പയാണിത്, ഉമ്മാനെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടൈം ഒന്നും ഇരുന്നിട്ടില്ല, കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നേഴ്സ് ട്രിപ്പ് ഏറ്റലും ഇഞ്ചക്ഷൻ വെക്കലും അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കാതെ വരുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്നും കാര്യമായിട്ട് നല്ല ഹോട്ടലൊന്നുമില്ല, കുറച്ച് അങ്ങോട്ട് നടന്നു പോയിട്ട് അവിടെ ഉള്ളതാണ് ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഞാനൊരു നെയ്ച്ചോറ് അതുപോലെ തന്നെ ചില്ലിയൊക്കെ വാങ്ങിച്ചു കഴിച്ചു. പിന്നെ ഉപ്പ അതാ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഉമ്മയും ഉപ്പയൊക്കെ വന്ന ടൈമിൽ. അപ്പോൾ അതെല്ലാം പപ്പയ്ക്ക് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് ഭയങ്കര ക്ഷീണമൊക്കെ വരുമല്ലോ, അപ്പോൾ ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ. അപ്പോൾ ഉമ്മ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അലക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കാലിന്. അതിങ്ങനെ എത്രയാണോ പവർ കൂട്ടിയിട്ട് അത് ഓട്ടോമാറ്റിക് ഇത്ര ടൈം സെറ്റ് ചെയ്തിട്ട് അവർ പോയതാണ്. കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാല് ജസ്റ്റ് ഒന്ന് പൊക്കി അതുപോലെ താഴ്ത്താണ് ചെയ്യുന്നത്. ഒരു എക്സസൈസ് എന്നുള്ള ലെവലിലുള്ള ഒരു മെഷീനാണ്. അപ്പോൾ ഒന്ന് മെല്ലെ താഴ്ത്തിയിട്ട് പിന്നെ ഒന്ന് മെല്ലെ പൊക്കിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്ന മെഷീനൊക്കെ. ഒരുപാട് എക്സസൈസിന് വേണ്ടിയിട്ടുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് പപ്പാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അവർ. പിന്നെ ഡോക്ടേഴ്സ് ആയാലും ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ. കാരണം എപ്പോഴും അവർ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പല കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. കുഴപ്പമില്ലല്ലോ.
പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങിന് അവിടെ ആൾ വന്നിട്ടുണ്ടായിരുന്നു, അടിച്ച് വരാനും തുടക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ താഴെ പോയിട്ട് കുറേ മെഡിസിനൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് ഇഞ്ചക്ഷൻ വെക്കാനുണ്ട് തോന്നുന്നു കേട്ടോ, ഇതിലൊരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോൾ പപ്പയ്ക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗെറ്റിലുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൽ ഞാൻ ചായ ഇതാക്കാമെന്ന് വിചാരിച്ചു. കാരണം പുറത്തുനിന്ന് കൊണ്ടുവരണ്ടല്ലോ, വാങ്ങിക്കൊണ്ടുവരണ്ടല്ലോ, ഇവിടെ എന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മ അത് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഉമ്മ രാവിലെ പോയിട്ട് ഈവനിങ് ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. 5:45 വന്നിട്ടുണ്ട്. അതുവരെ ഞാൻ തന്നെയായിരുന്നു പപ്പൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓണാക്കിയിട്ട് അത് ഓൺ ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായി ചൂടാനു ശേഷം ഓഫ് ആകുന്ന സിസ്റ്റമാണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ചായ റെഡി ആവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഗെറ്റിൽ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ ചായപ്പൊടി, പഞ്ചസാര, പാൽപ്പൊടി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് നമുക്കെല്ലാം അവിടെ തന്നെ എടുത്തിട്ട് ചെയ്യാൻ പറ്റിയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ പപ്പക്ക് പാൽ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാൽപ്പൊടി ഇട്ട് കലക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കടുപ്പത്തിലാണ് ചായ ഇടുന്നത്. പിന്നെ പഞ്ചസാര വേണ്ടാന്ന് പറഞ്ഞു, കാരണം പപ്പക്ക് കുറച്ച് ഷുഗറും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ. ഇൻസുലിനൊക്കെ വെക്കുന്നുണ്ട് അവിടെ. പിന്നെ നല്ല പ്രഷറൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നോർമലായിട്ടുണ്ട്, കാരണം ടെൻഷൻ അടിച്ചിട്ടാണ്, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ചായക്ക് നല്ല പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് പാൽപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ജോയിൻ്റ് ചെയ്തതിന് ശേഷം അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഉമ്മ എന്തായാലും വരാൻ കുറച്ച് ലേറ്റായി, കാരണം വീട്ടിൽ കുറേ അലക്കാനും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ 2 അനിയന്മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ശരിയാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ. അപ്പം ഞാനിവിടുന്ന് ശരിക്കും 6 മണിക്കാണ് പോയത്. വീട്ടിലെത്തിയപ്പോൾ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഇക്കാൻ്റെ ഉമ്മ പിന്നെ ഹസൂനെ നല്ല രീതിയിൽ ഉമ്മാൻ്റെ കുട്ടീന്ന് തന്നെ പറയാം. ഉമ്മ നല്ല നോക്കുന്നതല്ലേ. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്നാൽ ഹസൂന് ഒരു കുഴപ്പമില്ല കേട്ടോ, എന്നെ വേണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് സുഖമാണ്, ഇതുപോലെയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ നിന്ന് കൊടുക്കാനൊക്കെ എനിക്ക് പറ്റി. കാരണം മക്കളുണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലൊന്നും വന്ന് നിൽക്കാനൊന്നും പറ്റില്ല അല്ലേ. അവരെ കാര്യങ്ങൾ നോക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ എന്തായാലും ഉപ്പാക്ക് ഞാൻ ചായ കൊടുത്തു. അപ്പോൾ നേഴ്സ് ഇഞ്ചക്ഷൻ വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും പാൽ ചായയിൽ മധുരമൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ വീട്ടിൽ ഞാനൊരു മഗ്‌രിബാങ്ക് കൊടുത്താൽ എത്തി കേട്ടോ. പിന്നെ ഹസ്സൂന് നാളെ എക്സാം മലയാളമായിരുന്നു. അപ്പോൾ അതിന് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്ക് ഉള്ളത് ചാപ്റ്റർ ഏതാണ് വരുന്നതെന്ന് മിസ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. പക്ഷേ ആൾക്ക് ഫസ്റ്റ് മുതലേ വായിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നല്ല വായിക്കൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഒരു ചാപ്റ്റർ എടുത്തിട്ടതിന് ശേഷമാണ് തലക്കോട്ട് പോയത്. കാരണം അതൊക്കെ വായിച്ചിങ്ങനെ വരുമ്പോൾ ആൾക്ക് ഇവിടെ എത്തുമ്പോൾ ചിലപ്പം മടി വരും കേട്ടോ. കാരണം കുറേ വായിക്കുമ്പോൾ അവർ ചെറിയൊരു മടിയാണ്. ആൾക്കെല്ലാം അറിയാം കേട്ടോ, ചോദിച്ചാലെല്ലാം കറക്റ്റ് പറഞ്ഞു തരും, അതിനൊന്നും കുഴപ്പമില്ല. അപ്പം ഇതൊക്കെയാണ് പിന്നെ വീട്ടിൽ. പിന്നെ ഞാൻ അലക്കാതെ ആയിരുന്നു രാവിലെ പോയിട്ടുണ്ടായിരുന്നു, 6 മണിക്ക് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു, 6:30. അപ്പോൾ വന്നതിന് ശേഷം ഞാൻ മഗ്‌രിബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അലക്കിയൊക്കെ ഇട്ടതിന് ശേഷമാണ് മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഉമ്മയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ ബസ്സൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ അടുത്ത വീഡിയോ തൽക്കാലം വീഡിയോ